നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ബാർക്കോഴ രണ്ടാം വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഒരു ബാർക്കോഴ വിവാദം അലയടിച്ചിരിക്കുകയാണ്. ഇതിൽ ഈ ഭരണപക്ഷം പ്രതിരോധത്തിലാണ്. പക്ഷേ ഇത് സാധാ വിവാദങ്ങൾ പോലെ ഇതും കെട്ടടങ്ങാനാണ് സാധ്യത. ഇതിൻ്റെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ എങ്ങനെയായിരിക്കും? ശരിക്കും ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് വന്നത് സഹായിച്ചത് അതിന് തൊട്ട് മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ ബാർക്കോഴ വിവാദവും സഹായിച്ചു എന്ന് പറയാം. കാരണം അന്ന് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർന്നു. സോളാർ കേസ്, പക്ഷേ അതൊന്നും പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ബാർക്കോഴ വിവാദവും തെളിയിക്കപ്പെട്ടില്ല, സോളാർ കേസും തെളിയിക്കപ്പെട്ടില്ല. അന്ന് ഈ വിഷയം ഏറ്റവും അധികം കത്തിച്ചത് അന്നത്തെ LDF-ഉം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ അതേ വിവാദം തിരിച്ച് അവർക്കടിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ശക്തിയായിട്ട് 1 കോടി രൂപയുടെ ആരോപണം. അന്ന് യഥാർത്ഥത്തിൽ ബിജു രമേശ് എന്ന് പറയുന്ന അബ്കാരി കോൺട്രാക്ടർ ഏതോ ഒരു പത്രസമ്മേളനത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. 1 കോടി രൂപ ബാറുകളുടെ ഇതിന് ലൈസൻസ് ഫീസ് എന്ന ഇനത്തിൽ 1 കോടി രൂപ കോഴ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതാണ് പിന്നെ അത് കത്തിക്കയറിയിട്ട് 2 മന്ത്രിമാരുടെ രാജിയിലും KM മാണിയും K ബാബു അദ്ദേഹത്തിന്റെ രാജിയിലും തുടർന്ന് നിയമസഭയിൽ നടന്ന കയ്യാങ്കളി തെരുവ് നാടകം അത് ഇന്നും വളരെ വിഷ്വൽ ആയിട്ട് ഇങ്ങനെ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമ്മളെ TV ചാനൽ ശ്രദ്ധിക്കുമ്പോൾ ആ വിഷ്വൽസ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അന്ന് മാസ്റ്റർ പ്രകടന അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ആ ബാർക്കോഴയുടെ വിവാദത്തിന്റെ തുടർച്ചയായിട്ടാണ് KM മാണിയെ കോഴമാണിയെന്നും മറ്റും ആക്ഷേപിക്കുകയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. നോട്ടെണ്ണുന്ന മെഷീൻ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെന്നുള്ള ആരോപണം വരുന്നു. തുടർന്ന് ആ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാതെ അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് നിയമസഭയിൽ നടന്ന കയ്യാങ്കളി എന്ന് പറയുന്ന ഒരു നാടകം അരങ്ങേറിയത്. ചരിത്രമാണ്, അത് ചരിത്രം. അപ്പൊ അതേ ഒരു കോഴ ആരോപണമാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ LDF സർക്കാർ അതിന്റെ പ്രകടന പത്രികയിൽ, ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ മദ്യം ക്രമാതീതമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വ്യാപകമായി മദ്യ പുഴയൊഴുക്കാതെ അല്ലെങ്കിൽ നിരോധിക്കാതെ മദ്യവർജനം, അതാണ് അവരുടെ നയം എന്ന് പറയുന്നത്. ഒരു വശത്തൂടെ ബോധവൽക്കരണവും അങ്ങനെ നടത്തി മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഫലത്തിൽ പിന്നീട് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യം വ്യാപകമായി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പുതിയ അബ്കാരി പുതിയ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞത്, എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞതെന്ന് പറയുന്നത് ഇങ്ങനൊരു ചർച്ചയെ നടന്നിട്ടില്ലെന്നാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും അതിന്റെ മിനിറ്റ്സ് വരെ പുറത്തു വന്നിട്ടുണ്ട്. ഇവര് ചർച്ച നടത്തിയതിന്റെ മാർച്ച് മാസത്തിൽ ഈ അബ്കാരി നയം ഭേദഗതി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഡ്രൈഡേ 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കി കൊടുക്കുക, പിന്നെ ബാറുകളുടെ സമയപരിധി നീട്ടിക്കൊടുക്കുക, ഇപ്പൊ 11 എന്നുള്ളത് 12 കൊടുക്കുക. ഇതാണ് പ്രധാനമായിട്ട്. പിന്നെ പുതിയ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുക, പിന്നെ IT പാർക്കുകളിൽ ഇത് ബാർ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് മാത്രം അത് പെൻഡിങ്ങിൽ വെച്ചു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റിസൾട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ നയം നടപ്പാക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു വിവാദം ഇവര് ബാർ അസോസിയേഷൻ അപ്രതീക്ഷിതമായിട്ട് ഇവർ ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടനാ പ്രതിനിധിയിൽ നിന്ന് അല്ലെങ്കിൽ ഭാരവാഹിയിൽ നിന്ന് തന്നെ ഒരു ശബ്ദ സന്ദേശം പുറത്ത് സമയം നോക്കി പുറത്ത് പിടിപ്പിച്ചാണോ? അല്ല, അത് പറയുന്നത് ഇപ്പൊ ഈ മദ്യ മുതലാളിമാരുടെ സംഘടനയിൽ തന്നെ ഭിന്നതയുണ്ട്. കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ സർക്കാരിന് ഇപ്പൊ ഇവർ പറയുന്നത് 2.5 ലക്ഷം രൂപ വെച്ച് ഓരോ ബാറുകാരനും കൊടുക്കണമെന്നുള്ളതാണല്ലോ ഒരു സന്ദേശം വന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഭിന്നതയുണ്ടായി. ചില ഇതിനകത്തെ മെമ്പേഴ്സിൽ ഇവരുടെ യോഗം എറണാകുളത്ത് നടന്നപ്പോഴാണല്ലോ ഇതിന്റെ സംബന്ധിച്ച് ശബ്ദരേഖ അയാൾ പുറത്തുവിട്ടു. ആ യോഗത്തിന്റെ തീരുമാനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇടുക്കി ജില്ലാ ഭാരവാഹി, ഇതിന്റെ സംസ്ഥാന ഭാരവാഹിയുമായിട്ടുള്ള ആള് സംഭാഷണം അയാളുടെ ഒരു ശബ്ദ സന്ദേശമാണ്. അപ്പോൾ എല്ലാവരുടെ
അറിയിക്കുന്ന ഒരു രീതിയിലാണ് അവരുടെ മെമ്പേഴ്സിന് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഗണിക്കുന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം സർക്കാരിന് അല്ലെങ്കിൽ എക്സൈസിന് വകുപ്പിനോ അല്ലെങ്കിൽ സർക്കാരിന് തന്നെ LDF തന്നെ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ CPM കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുൻപ് തന്നെ ഒരു 1 ലക്ഷം രൂപ വെച്ച് പിരിച്ചതായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത് കെട്ടിട നിർമ്മാണത്തിനെന്ന് പറഞ്ഞിട്ട് കുറേ ബാറുകാരിൽ നിന്ന് ഓരോ ലക്ഷം രൂപ വെച്ച് ഒരു 4.5 കോടി രൂപയോളം പിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൈമാറിയോ എന്നാണ് ഇപ്പോൾ സംശയം, ഈ 4.5 കോടി രൂപ. അപ്പോൾ അതിൻ്റെ 4.5 കോടി കൈമാറിയിട്ട് അതിൻ്റെ ബാക്കി എമൗണ്ടാണ് ഇപ്പോൾ പിരിച്ച് 2.5 ലക്ഷം വെച്ചിട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് പിരിച്ച് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ വിഷയം പിന്നെ പുറത്ത് വന്നപ്പോൾ തന്നെ പ്രതിരോധത്തിലെ ഇടതുമുന്നണി CPM അവർ നിസ്സാരമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ സർക്കാരിനെതിരെ എന്തെല്ലാം അഴിമതി ആരോപണങ്ങളുണ്ട് എല്ലാം നിസ്സാരമായിട്ട് എഴുതി തള്ളുന്ന അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളുന്ന ഒരു രീതിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷത്തിനുള്ള ശക്തി ഇല്ലായ്മയാണ്. ഇപ്പൊ പ്രസ്താവനയിൽ ഇപ്പൊ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാക്കൾ ഇപ്പൊ VD സതീശനായാലും കെ സുധാകരനായാലും ഒരു പ്രസ്താവന കൊണ്ട് നിൽക്കുകയാണ്. ഇനി കൂടുതൽ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അജിറ്റേഷൻ പോലെയുള്ള ശക്തമായ നിലപാടുകൾ ഉണ്ടാവുന്നോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷെ അതുണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇതും കെട്ടടങ്ങാനുള്ള ഉണ്ടായാൽ പോലും അതിനൊരു പരിമിതിയുണ്ട്. ഒരു 2-3 ദിവസം ഒരു പ്രതിഷേധം. പിന്നെ ഇതിൻ്റെ അകത്തെല്ലാം ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ഇവര് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവർ ഉന്നയിച്ച വിഷയം ഇപ്പൊ അവർക്കെതിരെ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ടല്ലോ. അന്ന് 2 മന്ത്രിമാരെ ഇവർ രാജിവെപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയൊരു ആരോപണം വരുമ്പോൾ എന്തുകൊണ്ട് ഇവർക്കും രാജിവെച്ചുകൂടാ? നമ്മൾ പറയാം വാഴ്ത്തപ്പെട്ടവനാണെന്നും വിശുദ്ധനാണെന്നൊക്കെ മന്ത്രി രാജേഷിനെ കുറിച്ച് പറഞ്ഞാൽ മന്ത്രി രാജേഷ് പിന്നെ ഭരിക്കുന്ന വകുപ്പിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രാജേഷ് പറയാൻ ബാധ്യസ്ഥനാണ്. അല്ല, രാജേഷ് പറയാൻ ബാധ്യസ്ഥനാന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ആദർശത്തിന്റെ പരിവേഷം ചാർത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു നേതാവാണെങ്കിൽ തന്നെയും നമുക്കറിയാം CPM-ലെ ഒരു രീതി എന്ന് പറയുന്നത് കോൺഗ്രസിലെ പോലെയോ അല്ലെങ്കിൽ മറ്റു പ്രാദേശിക പാർട്ടികളെ പോലെയോ അല്ല. ഇപ്പൊ KM മാണിയെ സംബന്ധിച്ച് കേരള കോൺഗ്രസിൽ മാത്രം അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ പൈസ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്ന അദ്ദേഹം നോക്കിയാൽ മതി. കോൺഗ്രസിലും നേതാക്കൾ തന്നെയാണ് ഓരോരോ രീതിയിൽ അവരുടെ ഇടപാടുകൾക്ക് നടക്കുന്നത്. പക്ഷെ CPM ആകുമ്പോൾ അപ്പൊ CPM ആകുമ്പോൾ അത് നടക്കത്തില്ല. ഇപ്പൊ മന്ത്രി പോലും ചിലപ്പോൾ അറിയത്തില്ല. പാർട്ടി നേരിട്ടുള്ള ഇടപാടുകളാണല്ലോ എല്ലാം നടത്തുന്നത്. അപ്പൊ ഇതും സ്വാഭാവികമായിട്ട് പാർട്ടി അല്ല. ഇപ്പൊ MP രാജേഷ് പറയുന്നത് മറ്റൊരു കാര്യമുണ്ട്. ഈ മാധ്യമങ്ങളാണ് ഇത് കുറെ കാലമായിട്ട് വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് മദ്യനയം മാറ്റുന്നു എന്നുള്ളതിൽ. വേണ്ട 1 മാസമായിട്ട് മിക്ക മാധ്യമങ്ങളിലും ഈ പുതിയ അബ്കാരി നയം നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അന്നൊന്നും ഇദ്ദേഹം ഇടപെടുകയോ അത് ശരിയല്ലെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയുന്ന പ്രതിപക്ഷത്തെ പോലെ മാധ്യമങ്ങളും നിലനിൽക്കണമെന്നാണോ? അതെ, മാധ്യമങ്ങൾക്കൊരു കടമയുണ്ട്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ യോഗം നടക്കുകയും ചർച്ച നടക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മിനിറ്റ്സ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. മാർച്ച് മാസത്തിൽ ഈ അബ്കാരി നയം ഭേദഗതി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു. LDF-ലോ CPM-ലോ നടന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അത് മാത്രമല്ല, ഈ 2 ആഴ്ച മുമ്പോ മറ്റോ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതായിട്ടും പറയുന്നുണ്ട്. ഈ ഇങ്ങനെ ബാർ ഉടമകളിൽ നിന്ന് കോഴ വാങ്ങിയിട്ട് അത് കൈമാറ്റം ചെയ്യാനുള്ള നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ വിജിലൻസിനെ അല്ലെങ്കിൽ ഇപ്പൊ DGP-യെ അന്വേഷിക്കാനാണ് മന്ത്രി ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. കാരണം നമ്മുടെ DGP എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർക്കാർ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു DGP അദ്ദേഹം ഇവിടെ ഉണ്ടോന്ന് തന്നെ നമുക്ക് അറിയാനില്ല. അപ്പൊ അദ്ദേഹം ഇപ്പോൾ അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എവിടെ എത്താൻ? അതെ അതിൽ പറഞ്ഞ ചായക്കുഴപ്പയിലെ കൊടുങ്കാറ്റ്. പക്ഷെ ഈ മന്ത്രിയൊക്കെ ഈ ഒരു ആരോപണങ്ങൾ വരുമ്പം ഇത് മാധ്യമങ്ങൾ കൊണ്ട് തന്നെ കൃത്രിമമായി സൃഷ്ടിക്കുന്നതാണെന്ന് പറയുമ്പോൾ പോലും ഈ കേരളത്തിലെ പ്രതിപക്ഷവും BJP-യും പോലെ മാധ്യമങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. BJP ഇപ്പൊ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ മദ്യനയത്തിന് സമാനമായ ഒരു ആരോപണമാണെന്നാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തെ ജയിലിലടച്ചതും എല്ലാം അവിടുത്തെ മദ്യനയത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമാണ്. അത് ഇതിനേക്കാൾ ഭീമമായ ഒരു തുകയാണ് ഇവിടെ കൈമറിഞ്ഞതെന്നാണ് ആരോപണമുള്ളത്. പക്ഷെ അതിന്റെ ഏതാണ്ട് അടുത്ത് വരുന്നൊരു തുകയാണ് ഇവിടെ ഇപ്പോൾ
ആരോപണം ഉയർന്നിരിക്കുന്നത്. BJP-യുടെ മനസ്സിലും ലഡു പൊട്ടിയോ? അതെ അതെ എന്നാണ് കെ സുരേന്ദ്രന്റെ പ്രസ്താവന കാണുന്നത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജാമ്യത്തിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ അടുത്തത് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ആരൊക്കെയാണെന്നുള്ള ചില പേരുകൾ ഇവിടുത്തെ മദ്യനയം അറിഞ്ഞു. അങ്ങനെ ചോദിച്ചാണോ കേരളത്തിൽ ഇങ്ങനെ മദ്യനയം ഉണ്ടെന്ന്? അതെ അതെ അപ്പൊ അതേ അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട് ഇനിയിപ്പോ അകത്താകാൻ പോകുന്നത് ആരൊക്കെയാണെന്നുള്ളത്. പുള്ളി നമ്പർ നോട്ട് ചെയ്തിട്ടായിരുന്നു. അതെ അതെ അതെ. അല്ല ഇനി ഇതിനിടയ്ക്ക് മന്ത്രി വിദേശത്ത് കുടുംബവും VNAയിലേക്ക് ടൂറിന് പോയി. ഒരുപക്ഷെ നേരത്തെ തീരുമാനിച്ചതായിരിക്കണം. പക്ഷെ ഈ വിവാദം നിലനിൽക്കുമ്പോഴും അത് മാത്രമല്ല ഇന്നലെ MP ഗോവിന്ദൻ അദ്ദേഹത്തെ എക്സൈസ് വകുപ്പിനെയും മന്ത്രിയൊക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തോ ഇതിനകത്ത് വീഴ്ചയോ തെറ്റോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം. അല്ല അതൊരു താത്വിക അവലോകനം വേണമെന്ന് പാർട്ടി പറഞ്ഞു കാണും. അതെ അല്ല അവർക്കിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സർക്കാരിന്റെ മദ്യനയം എന്ന് പറയുന്നത് കേരളത്തില് ജനങ്ങളെ ഒന്നടങ്കം മദ്യത്തിൽ മുക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് വാസ്തവം. ഈ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുമ്പോൾ 43-46 ബാറുകൾ അല്ല 39 5 സ്റ്റാർ ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം അടഞ്ഞുകിടന്ന 430ഓളം ബാറുകൾ തുറന്നു. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 450ഓളം ബാറുകൾക്ക് പുതുതായിട്ട് ലൈസൻസ് 920 ബാറുകൾ ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അതാണ് അവസ്ഥ. 920 ബാർ തൊട്ട് ഇനിയും ബാർ ലൈസൻസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ആൾക്കാരെ എങ്ങനെ പൈസ കൊടുക്കുന്നതനുസരിച്ച് പുതിയ ലൈസൻസ് കൊടുക്കും. കള്ള് ഷാപ്പുകൾക്ക് സമാനമായി ബാറുകള് കള്ള് ഷാപ്പുകളെ ഏകദേശം ഇവിടെ പൊളിച്ചെടുക്കുകയും ആ ഒരു മേഖല തന്നെ ഇല്ലാതാക്കി. കള്ളുകെത്ത് മേഖലയും കള്ള് ഷാപ്പിന്റെ ദൂരപരിധി വെച്ച് ബാറുകൾ അനുവദിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതെ ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ IT പാർക്കുകളിൽ പോലും പാർക്കുകളിൽ ഇത് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ IT മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം ഇപ്പൊ മദ്യം കഴിക്കാനില്ലാതെ വിഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഈ ടൂറിസം വളർച്ചയുടെ പേര് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡ്രൈ ഡേ മാറ്റുക എന്ന് പറഞ്ഞാലും ആ ദിവസത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ടൂറിസം വകുപ്പ് ഇതിനെതിരെ ഡ്രൈ ഡേ മാറ്റണമെന്നുള്ള ഇതിലേക്ക് വന്നിരിക്കുന്നത്. അല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം പ്രതിപക്ഷ നേതാവിന് ഇത് സംബന്ധിച്ച് കേസുമായിട്ട് ഹൈക്കോടതി പോയിക്കൂടെ? പോവാം. കാരണം കഴിഞ്ഞ സർക്കാർ നേരത്തെ കോഴ ആരോപണം ഉണ്ടായ സമയത്ത് ആരോ കോടതിയിൽ പോയപ്പോഴാണല്ലോ കോടതിയിൽ നിന്ന് മാണിക്കെതിരെ പരാമർശം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ രാജിയിലെത്തുകയും ചെയ്തത്. സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണമെന്ന് കോടതി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഇവിടെ പ്രതിപക്ഷം പോകുമോ? അതാണ് നമ്മൾ നോക്കേണ്ടത്, കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അല്ല ഈ തീയില്ലാതെ പുകയുണ്ടാവുമോ? അല്ല അത് പ്രതിപക്ഷം പോയില്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മറ്റു സംഭവങ്ങളുള്ള ഈ ഒരു അഴിമതി ഇത് കയ്യിൽ അവർക്ക് കിട്ടിയ ഒരു വടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിനെതിരെ. കാരണം എന്ത് കാരണത്താലാണോ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ മന്ത്രിമാരെ രാജിവെപ്പിക്കുകയും ചെയ്തത്, അതേ ആയുധം കുറച്ചുകൂടി ശക്തിയായിട്ട് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ലഭിച്ചിരിക്കുകയാണ്. അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് അവരാണ് നിശ്ചയിക്കുന്നത്. അല്ല ഇതിനിടയ്ക്ക് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം ആവശ്യമാണ്. ഇപ്പം ഇതിന്റെ 2 ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇപ്പം ഭരണപക്ഷം പ്രതിക്കൂട്ടിലായിരിക്കുന്ന അവസ്ഥയിൽ ഒരു വിഹിതം പ്രതിപക്ഷത്തിനും കിട്ടിയിട്ടുണ്ടോ? ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ശക്തമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാമല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. അല്ല അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? ഇത് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബാറിന് ലൈസൻസ് ആവശ്യപ്പെടുമ്പോൾ അപേക്ഷിക്കുമ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെലവുകൾക്ക് വേണ്ടി ഒരുപക്ഷെ ബാർ ഉടമകളിൽ നിന്ന് പ്രതിപക്ഷത്തിനും പൈസ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം ഇപ്പോൾ ഒന്നാമത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു അവസരമാണ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരും ഒരുപക്ഷെ ബാർ ഉടമകളിൽ നിന്ന് കാശ്, അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ ചിലപ്പോൾ വന്നേക്കും. അല്ല ഇന്നലെ KPCC പ്രസിഡന്റ് പ്രസ്താവന ഇറക്കി മന്ത്രി രാജേഷ് രാജിവെക്കണോ? അല്ല രാജേഷിന്റെ രാജി ആവശ്യമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകുമോ? മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പൊ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ രാജിവെക്കണം. ഇപ്പൊ VD സതീശന് ഉടനെ ആവശ്യപ്പെടാനാണ് സാധ്യത. ഇതിനിടയ്ക്ക് ഈ കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയ ഇടപാടിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. ശൈലജ ടീച്ചർ അഴിമതി നടത്തുമെന്ന് ആരും വിശ്വസിക്കത്തില്ല. അല്ല അതും ഞാൻ പറഞ്ഞ കണക്ക് ഇത് പാർട്ടി ഇവരുടെ CPM എന്ന് പറയുമ്പോൾ അവിടെ മന്ത്രിക്ക് ആരോപണം വരുമെന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടപാടുകളെല്ലാം നടത്തുന്നത് പാർട്ടിയാണല്ലോ. അല്ല ആരോപണം വരുന്ന മന്ത്രിമാർക്കെതിരെയാണ്. പക്ഷെ അവിടെ ഇടപാട് നടത്തുന്നത് പാർട്ടിയാണ്. നേരെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അതാണ്. ഏതായാലും തീയില്ലാതെ പുകയുണ്ടാകില്ല. നിലവിലെ ബാർക്കോഴ ആരോപണത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇതിനകത്ത്
പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബാർക്കോഴ വിവാദം ശരിയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകണം എന്ന് മാത്രം പറയുന്നു. അടുത്ത വിഷയമായി വീണ്ടും കാണാം.